തൃപ്തിയായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നെക്സ്റ്റ് ചോദ്യം ചോദിക്കും. അത് വഹാബിയുടെ ആവനാഴിയിലെ അവസാനത്തെ അമ്പിലേക്കായിരിക്കും നമ്മുടെ ചോദ്യം. അതുകൊണ്ട് അദ്ദേഹം തൃപ്തിയാന്ന് പറയട്ടെ. അദ്ദേഹത്തിന് തൃപ്തിയായിട്ടില്ല, തൃപ്തിയോട്ട് ആകൂല. കാരണം ഉറങ്ങുന്നവനെ ഉണരൂ, കണ്ണു ചെമ്മി കിടക്കുന്നവൻ ഉണരുകയില്ല. അദ്ദേഹത്തിന് തൃപ്തിയായിട്ടില്ല, തൃപ്തി ആവുകയുമില്ല. പടച്ചോൻ പ്രത്യേകം തൗഫീഖ് നൽകിയെങ്കിലല്ലാതെ. അൽഹംദുലില്ലാ മതി, അത് സമ്മതിച്ചല്ലോ, വലിയ കിട്ടലേ പോയി, അത്ര ആവശ്യമുള്ളൂ. ശരി, ഇനി ചോദിച്ചോളി. നിങ്ങൾ നബിയും സഹാബത്തും നബിദിനം കഴിച്ച് പറയും. ഇവിടെ ഈ ആളുകൾ അത് കാത്തിക്കുക. നബിയും സഹാബത്തും താബിഈകളും നബിദിനം ആഘോഷിച്ച് നിങ്ങൾ വായിക്കുന്ന ഈ മനുഷ്യന്മാരൊക്കെ വിചാരിക്കുന്നത് ഇത്ര വലിയ ഉസ്താദുമാർ വന്നിട്ട് ഓരോ അത് വായിക്കും, അതിവിടെ തെളിയിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുക. അത് നിങ്ങൾ വായിക്കുക, അതാവശ്യം. നബിയോ സഹാബത്തോ താബിഈകളോ താബികളോ മദ്ഹബിന്റെ ഇമാമിയങ്ങളോ നബിദിനം ആഘോഷിച്ചത് ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഇവിടെ വായിക്കും. എല്ലാവരും ശ്രദ്ധിക്കാം. എന്റെ ചോദ്യം നിങ്ങളുടെ അടിസ്ഥാനവാദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത കാര്യമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത പുതിയ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നത് നിങ്ങളുടെ അടിസ്ഥാനവാദമാണ്. എന്റെ ചോദ്യം, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഖുത്ബക്ക് പള്ളി ജുമുഅക്ക് ഖുത്ബ ഓതിയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളെ സ്റ്റേജിൽ ഇരിക്കുന്ന പല മൗലവിമാരും ഖതീബുമാരാണ്. ഈ നിൽക്കുന്ന മൗലവി തന്നെ കഴിഞ്ഞ ആഴ്ച ഖുത്ബ ഓതി. ഈ ഖുത്ബയിൽ നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത്, ആ ചൊല്ലിയ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സ്വലാത്ത് ആണോ? നിങ്ങൾ ചെല്ലുന്ന വിഷയത്തിന് നിങ്ങൾക്ക് ഏത് സ്വലാത്തും ചെല്ലാം, നിങ്ങൾക്ക് എന്തും പറയാം. നിങ്ങൾ ചെയ്യുന്ന വിഷയത്തിന് റസൂൽ ചെയ്തിട്ടുണ്ടോ, ഒരു ഹബീബ് ചെയ്തിട്ടുണ്ടോ, പ്രവാചകർ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് വിലയില്ല. അതേസമയത്ത് സുന്നികൾ മൗലിദ് ആഘോഷിക്കുമ്പോൾ, നബിദിനാഘോഷം ആഘോഷിക്കുമ്പോൾ നിങ്ങൾ അതിന് കവലകൾ കെട്ടി ഈ രൂപത്തിൽ മുഖാമുഖം സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഇടയിലുള്ള വ്യത്യാസം ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വിഷയത്തിന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത്, ആ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ ഇല്ലേ? അതിനെ സംബന്ധിച്ചൊന്നും വഹാബികൾക്ക് ചോദിക്കാനില്ല, മൗലവിമാർക്ക് പറയാനില്ല, അതിനെ സംബന്ധിച്ച് യാതൊരു ചർച്ചയുമില്ല. അതേസമയത്ത് സുന്നികൾ ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലുമ്പോൾ, മൗലിദ് സംഘടിപ്പിക്കുമ്പോൾ, നബിദിനാഘോഷം സംഘടിപ്പിക്കുമ്പോൾ അതിനെ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ചോദിക്കുന്നു. എന്താണ് ഇതിന്റെ ഇടയിലുള്ള മാനദണ്ഡം എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഏറി വന്നപ്പോ രണ്ട് കാര്യം തെളിയും. ഞങ്ങളെ സ്വലാത്ത് നബി പഠിപ്പിച്ചിട്ടില്ല, നിങ്ങളെ മൗലിദ് നബി പഠിപ്പിച്ചിട്ടില്ല. ഇതിലിപ്പോ തെളിയാൻ പോണത്, ഇതാണിപ്പോ തെളിയാൻ പോണത്. അപ്പൊ നബി ചെയ്യാത്ത നിങ്ങൾക്ക് ചെയ്യാം, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലേ എന്നാണ് ഇപ്പൊ വിഷയം. അപ്പൊ നിങ്ങൾ ചെയ്ത ഏതായാലും നബി ചെയ്യാത്തതാണ്, ഞങ്ങൾ ചെയ്തത് നബി ചെയ്തതാണ്, ചെയ്യാൻ പഠിപ്പിച്ചതാണ്. അല്ലാത്തൊന്ന് ചെയ്യുന്നുണ്ടോ എവിടെ ചൂണ്ടിക്കാണിച്ചോ ഇൻഷാ അല്ലാഹ് തിരുത്തും. പക്ഷെ ഞങ്ങളെ ഖുത്ബയിൽ ചോദ്യം മാത്രം, ഉത്തരം ശ്രദ്ധിക്കും. മുസ്തേരെ ഉത്തരം ശ്രദ്ധിക്കും. അല്ല അത് പോരാ, ഉത്തരം ശ്രദ്ധിക്കണം, ചോദിക്കാൻ മാത്രം പോരാ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ആരുടെയും സദസ്സിൽ നിങ്ങളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഏതാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അല്ലാഹു അഅലം. എന്റെ ഖുത്ബയിൽ ഞാൻ ചൊല്ലിയ സ്വലാത്ത് എന്റെ ഹബീബ് പഠിപ്പിച്ച സ്വലാത്ത് തന്നെയാണ്, ഒരു സംശയവുമില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച എന്റെ ഖുത്ബയിൽ ഞങ്ങളൊക്കെ ചൊല്ലിയ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് എന്ന സ്വലാത്ത് അത് ഹബീബ് തങ്ങൾ പഠിപ്പിച്ചു തന്നെയാണ്. ഇനി പഠിപ്പിക്കാത്ത സ്വലാത്തും ചൊല്ലാം, ഒരു പ്രശ്നവുമില്ല. അല്ലാഹു അക്ബർ, ഒരു സംശയമില്ല. അടുത്തിനും തക്ബീർ ചൊല്ലാം, അടുത്തത് പറയുമ്പോഴും ഈ തക്ബീർ വേണം. അപ്പൊ അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അപ്പൊ നബി തങ്ങൾ പഠിപ്പിക്കാത്ത സ്വലാത്തും ചൊല്ലാം, പക്ഷേ നാരിയാ സ്വലാത്ത് പറ്റില്ല, കമാലിയാ സ്വലാത്ത് പറ്റില്ല, താജ് സ്വലാത്ത് പറ്റില്ല. എന്തുകൊണ്ട്? ആ സ്വലാത്തിന് പ്രത്യേക രീതിയും പ്രത്യേക എണ്ണവും പ്രത്യേക പ്രതിഫലവും നിങ്ങൾ പഠിപ്പിക്കുന്നു. അവിടെ ബിദ്അത്തായി മാറുന്നു. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. കുറച്ചൊക്കെ കേൾക്കി, ഇങ്ങനെയൊക്കെ വയത് കേൾക്കുള്ളൂ. അതാണ് ബിദ്അത്തിന്റെ അടിസ്ഥാനം. നബി തങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചത് പ്രത്യേകമായി ചെയ്യുക, നബി പൊതുവായി പഠിപ്പിച്ചത് പൊതുവായി ചെയ്യുക. നബി പൊതുവായി പഠിപ്പിച്ചതിൽ നമ്മുടെ വക സവിശേഷത കൽപ്പിക്കാൻ പാടില്ല. നാരിയാ സ്വലാത്തിൽ അത് വെച്ചു, അവിടെയാണ് പ്രശ്നം. നാരിയാ സ്വലാത്തിനെ പറ്റി പറഞ്ഞത് എന്താണ്? നാരിയാ സ്വലാത്ത് മുടങ്ങാതെ 11 ഓതിയാൽ ഇത് നിത്യവും ചൊരിക്കുന്നതാണ് റിസ്ഖവന് ഭൂവനം വാനവും. സുബ്ഹിക്ക് ശേഷം ആയിരിക്കൽ വേണ്ടതാ എന്നുള്ള നിയമം ഓർത്തവൻ ചൊല്ലേണ്ടതാ. ദിവസവും 11 പ്രാവശ്യം സുബ്ഹിക്ക് ശേഷം ചൊല്ലിയാൽ ആകാശഭൂമികൾ റിസ്ക് ചൊരിഞ്ഞു കൊടുക്കും. ഇത് പറയാൻ അള്ളാഹുവിനോ അവന്റെ റസൂലിനോ മാത്രമേ അധികാരമുള്ളൂ. അവിടെ അങ്ങോട്ട് 11 വിട്ടാ പിന്നെ 44
പിന്നെ 100, പിന്നെ 333, 444, പിന്നെ 1000, അവസാനം അതിന്റെ ഇന്തിഹാ 4000 വേണ്ടുന്നതാ. 440 4 ചേർന്നതാ. ഈ അതത് മുഴുവൻ ഓതിയാൽ ക്ഷണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേ. അവസാന എണ്ണം 4444. അത് ചൊല്ലിയാൽ ഏത് പ്രയാസമുള്ള കാര്യവും അതോടുകൂടി എളുപ്പമായി കിട്ടും. ഇത് എവിടുന്ന് കിട്ടി? അവിടെയാണ് പ്രശ്നം. അത് പറയാൻ വയല് കേക്കി, കുറച്ച് കേക്കി. അല്ല, വയല് പറയാൻ തന്നെയാണ്. നിങ്ങൾ ഇരുത്തി വയല് പറയാൻ വലിയ പൂതിയുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നബിതങ്ങൾ പഠിപ്പിക്കാത്ത ഒരു എണ്ണം, നബിതങ്ങൾ പഠിപ്പിക്കാത്തൊരു വണ്ണം, നബിതങ്ങൾ പഠിപ്പിക്കാത്തൊരു രീതി, നബിതങ്ങൾ പഠിപ്പിക്കാത്ത ഒരു പ്രതിഫലം വാഗ്ദാനം ചെയ്യുമ്പോൾ അത് ബിദ്അത്തായി മാറുന്നു. അതേസമയം സ്വലാത്ത് എന്ന പൊതു അർത്ഥത്തിൽ ആ ആശയം കിട്ടുന്ന ഏതുമാകാം, ഒരു പ്രശ്നവുമില്ല. അപ്പൊ നാരിയാസ്ലാത്തും നിങ്ങൾ ഇരിക്കേ. അതെ ഉസ്താദ്, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം, നിങ്ങൾക്കിതെല്ലാം അറിയാം. ഈ കൂടുതൽ അറിയില്ല, നിങ്ങൾക്ക് എല്ലാം അറിയാം. നിങ്ങൾ ഫുള്ള് കിതാബുല് മനുഷ്യന്മാരല്ലേ, ഇവരൊക്കെ അങ്ങനെയല്ലോ. അപ്പൊ നാടന്മാർക്കും തിരണ്ടേ, നമ്മളുണ്ടാവും മാത്രമാണെങ്കിൽ നമ്മൾ വിലയിരുന്ന പോലെ. അപ്പൊ ഈ കൂടെ മനുഷ്യന്മാർക്കും മനസ്സിലാവണല്ലോ. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതുവായി പഠിപ്പിച്ചതിനെ പൊതുവായി സ്വീകരിക്കാം. അതിന് നമ്മുടെ വക പ്രത്യേകമായ എണ്ണമോ വണ്ണമോ രീതിയോ നിശ്ചയിച്ചുകൂടാ. അങ്ങനെ നിശ്ചയിക്കുമ്പോൾ അത് ബിദ്അത്തായി മാറി. എന്നാൽ റബീഉൽ അവ്വൽ മാസം അങ്ങനെയാണോ നിങ്ങൾ ആഘോഷിക്കുന്നത്? അല്ല. നേരത്തെ വായിച്ചു, എന്ത്? ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണ്, ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണ്. ലൈലത്തുൽ ഖദ്ർ ഏതാ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഖുർആനിൽ ഒരു അധ്യായം, സൂറത്ത് തന്നെ ഉണ്ട് ലൈലത്തുൽ ഖദ്റിനെ പറ്റി. അതിനേക്കാൾ പുണ്യമാണെന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് 2 അധ്യായം ഉണ്ടാകണ്ടേ? വേണ്ട, ഒന്നെങ്കിലും അതും ഉണ്ടായില്ല. ഒരു ഹദീസ് ഉണ്ടോ? ഇല്ല. മാത്രവുമല്ല 3 ഈദ്, 1 ഈദുൽ ഫിത്ർ, 2 ഈദുൽ അദ്ഹ, 3 ഈദ് മൗലിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈദുൽ ഫിത്ർ എവിടെ വന്നത്? ഖുർആൻ സൂചിപ്പിച്ചു, ഹദീസിൽ വ്യക്തമായി വന്നു. ഈദുൽ അദ്ഹ ഖുർആൻ സൂചിപ്പിച്ചു, ഹദീസിൽ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടു. ഈദ് മൗലിദ് റസൂലില്ല, ഖുർആൻ പറഞ്ഞിട്ടില്ല, ഹദീസിലും വന്നിട്ടില്ല. അവിടെയാണ് വ്യത്യാസം. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന നബി പഠിപ്പിക്കാത്ത അവിടെ ഞങ്ങൾക്കും ചെയ്തു എന്നാണ് നമ്മൾ രണ്ടൂട്ടം ചെയ്യാൻ പാടില്ല. നബി പഠിപ്പിക്കാത്തത് ചെയ്യാൻ അനുവാദമുള്ള മേഖലയുണ്ട്, അവിടെ ചെയ്യാം. അല്ലാതെ മതത്തിൽ ഒരു പുതിയ ആചാരം ഉണ്ടാക്കി കൊണ്ടുവന്ന് അതിന്റെ വണ്ണവും എണ്ണവും പറഞ്ഞ് അത് ചെയ്യാത്തവൻ പുത്തൻവാദിയാണ് എന്ന് പറഞ്ഞ് അവനെ ആ നിലയ്ക്ക് മാറ്റി നിർത്തുമ്പോൾ അതിന് പ്രമാണം ആവശ്യമാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഈ ബാക്കി പറയാൻ പറഞ്ഞോളി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒരു കാര്യം സ്ഥിരപ്പെട്ടിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത കാര്യം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പറയുന്നു. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അത് പിൽക്കാലഘട്ടത്തിൽ ഇത്തരം മൗലവിമാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ സമ്മതിച്ചിരിക്കുന്നു. എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക്? ഞാൻ ചോദിച്ച ചോദ്യം, ഖുതുബയിൽ നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത്, ആ സ്വലാത്തിനെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത്. ഖുതുബയിൽ നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഖുതുബയിൽ ഇന്ന സ്വലാത്ത് ചൊല്ലണമെന്ന് എവിടെയാണ് പറഞ്ഞത് മൗലവി? ഏത് ഹദീസിലാ പറഞ്ഞത്? ഏത് ഖുർആനിലാ പറഞ്ഞത്? നിങ്ങൾ പറയണം. നിങ്ങൾ ആളുകളെ വഞ്ചിക്കാൻ പാടില്ല. എന്തെങ്കിലും ശരി, മൂപ്പർക്ക് തോന്നിയ പോലെ വേറെ പറയാ, ഞങ്ങൾക്ക് 1 മിനിറ്റ് പോലും പറയാൻ അവസരമില്ലാന്നോ? ഇത് എവിടുത്തെ പരിപാടിയാണിത്? അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മൗലവി പറയുന്നത് ഇന്ന സ്വലാത്ത്, നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഉണ്ടല്ലോ, ആ സ്വലാത്ത് ചൊല്ലണമെന്ന് ഏതെങ്കിലും ഹദീസ് കൊണ്ടോ ഖുർആൻ കൊണ്ടോ ഇജ്മാ കൊണ്ടോ ഖിയാസ് കൊണ്ടോ സ്ഥിരപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങൾക്ക് അതൊന്നും അറിയേണ്ടത്. ഖുർആനും ഹദീസ് കൊണ്ട് നിങ്ങൾ സ്ഥിരപ്പെടുത്തണം. നിങ്ങൾ ഈ ഖുതുബയിൽ ഇന്ന സ്വലാത്ത് ചൊല്ലണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നു. ഞങ്ങൾ മൗലിദ് ആഘോഷിക്കുമ്പോൾ ഘോഷയാത്ര നടത്തുമ്പോൾ അത് പാടില്ല, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല, ബിദ്അത്താണ് നിങ്ങൾ പറയുന്നു. നിങ്ങൾ ഖുതുബയിൽ ചൊല്ലിയ സ്വലാത്ത് അത് ചൊല്ലാൻ പറ്റുമെന്നും അതിന് കുഴപ്പമില്ലെന്നും നിങ്ങൾ തീരുമാനിക്കുകയാണോ വേണ്ടത്? ഇത് തീരുമാനിക്കേണ്ടത് ഫൈസൽ മൗലവിയാണോ? അല്ലല്ല, ഞാനല്ല, ഒരിക്കലും ഞാനല്ല, നിങ്ങളുമല്ല. മുതൽ ഇങ്ങനൊന്നും ഇളകേണ്ട ആവശ്യമില്ല. മുസ്ലിയാരെ, ഇങ്ങനൊന്നും ഇളകേണ്ട. അപ്പൊ വെറുതെ അല്ലേ കയറി വരാൻ കുറച്ച് പ്രയാസം ഉണ്ടായത്. ഈ മനുഷ്യന്മാരൊക്കെ കയറി വന്നപ്പോൾ ഒരു പ്രശ്നമില്ല, ഒരു മാന്യമായി കയറി വന്നു. ഈ കോലത്തിലെ കയറി വന്നതെങ്കിൽ കുറച്ച് പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും. അതിപ്പോ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
അത് അവനാണ് കയ്യിരിപ്പനുസരിച്ച് കുറച്ചങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കലി മുസ്ലിയാരെ, ഇപ്പൊ പഠിപ്പിക്കലി, ആദ്യം പഠിപ്പിച്ചു വരണ്ടേ, ഇപ്പൊ പഠിപ്പിക്കുക. നിങ്ങൾ ചോദ്യം ആദ്യം പഠിപ്പിച്ചു തരി. അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ ഒരു കാര്യം തെളിഞ്ഞു, നബിദിനാഘോഷം പഠിപ്പിച്ചിട്ടില്ല, അത് തെളിഞ്ഞു. നിങ്ങൾ പറയില്ല, നിങ്ങൾ സമ്മതിച്ച വിളിച്ചിട്ട് പോകേണ്ടതില്ലേ, ഒരു സംശയമില്ലല്ലോ. അത് ഏതായിരുന്നാലും പ്രവാചകർക്കോ സ്വഹാബത്തിനോ താബികൾക്കോ താബികൾക്കോ പരിചയമില്ല. പിന്നെ ഇപ്പൊ ഖുത്ബയിലെ സ്വലാത്ത് മൂപ്പര് കൂടുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞ് വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടു തന്നെയാണ്, ഒരു സംശയമില്ല, ഒരു സംശയമില്ല. അതിൽ പ്രവാചക മാതൃകയുണ്ട്, സ്വഹാബത്തിന്റെ മാതൃകയുണ്ട്, താബിഴികളെ മാതൃകയുണ്ട്, താബികളെ മാതൃകയുണ്ട്, 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളെ മാതൃകയുണ്ട്. ഒരു സംശയവും എല്ലാം നിങ്ങൾ ചെയ്യൂല. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അതൊക്കെ ഉണ്ട്. എന്നാൽ അതേപോലെ നിങ്ങൾ പറയും, അതേപോലെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ പ്രവാചക മാതൃകയുണ്ട്, സ്വഹാബത്തിന്റെ മാതൃകയുണ്ട്, താബികളെ മാതൃകയുണ്ട്, താബികളെ മാതൃകയുണ്ട്, 4 ഇമാമിങ്ങളെ മാതൃകയുണ്ട് എന്ന് പറയാൻ കഴിയോ? തീരുമാനിക്കേണ്ട ഫൈസൽ മൗലവിയാണ് ചോദിച്ചൊരു കാര്യമുണ്ടോ? നിങ്ങൾക്ക് തെളിവില്ലാത്തതിന് എന്നോട് ദേഷ്യപ്പെട്ട കാര്യം? അപ്പൊ യഥാർത്ഥത്തിൽ നേരത്തെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു, ഈ വിഷയത്തിൽ അവർക്കാർക്കും പരിചയമില്ല. എന്നാൽ ഖുത്ബയിലെ സ്വലാത്തോ സ്വഹാബത്ത് മുതൽ ചെയ്തു പോന്ന കൃത്യമായ തെളിവുകൾ ആ വിഷയത്തിലുണ്ട്. ഇമാമിങ്ങൾ മുഴുവനും ആ വിഷയം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വലാത്തുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട ഏത് കിതാബ് എടുത്തോളി അവിടെയൊക്കെ അതുമായി ബന്ധപ്പെട്ട അധ്യാപനമുണ്ട്. ജുമുഅയുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചോളൂ, അവിടെയെല്ലാം അതുമായി ബന്ധപ്പെട്ട അധ്യാപനമുണ്ട്. എങ്കിൽ അതുപോലെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട അധ്യാപനം എവിടെയാണുള്ളത്? നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട അധ്യാപനം എവിടെയാണുള്ളത്? പ്രവാചകർക്ക് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പരിചയമില്ല, മുഹീദ്ദീൻ ശൈഖിന് പോലും പരിചയമില്ല, റിഫായി ശൈഖിന് പോലും പരിചയമില്ല. അത് കേൾക്കുമ്പോൾ ഇടങ്ങാറുണ്ടാവും. കാരണം എന്താ, പരിചയം ഉണ്ടെന്ന് പറയാൻ കഴിയണില്ലല്ലോ. അപ്പൊ പിന്നെ പ്രയാസം, അത് ആവർത്തിച്ച് പറയുക തന്നെ ചെയ്യും. അത് നിങ്ങളെ വയറ്റ് നോക്കുണ്ടാവും, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇത് അവർക്കാർക്കും പരിചയമില്ല. അതിനാൽ മറ്റീമ പിടിച്ചിട്ട് ഇത് ന്യായീകരിക്കാമെന്ന് ശ്രദ്ധിക്കേണ്ടതില്ല. മാത്രമല്ല, നിങ്ങൾ എന്താ സമൂഹത്തോട് പറയല്? ആയത്തുണ്ട്, ഹദീസുണ്ട്, ഹസൻ ബസ്രി അങ്ങനെ പറഞ്ഞു, ജുനൈദുൽ ബഗ്ദാദി ഇങ്ങനെ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഉമർ ഖത്താബ് പറഞ്ഞു, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞു റളിയല്ലാഹു അൻഹും. എവിടെ ഇപ്പൊ അതൊക്കെ ഇപ്പൊ ഇവിടെ? അതുകൊണ്ട് വായിക്കുക, അത് വായിക്കി, ഇങ്ങനെ പിടിച്ചാൽ പോയിട്ട് വായിക്കി, അത് വായിക്ക്. സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞത്, ഉമർ ഖത്താബ് പറഞ്ഞത്, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞത്, അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞത് റളിയല്ലാഹു അൻഹും, അതൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വായിക്കി. എന്നാ ഈ സ്വലാത്ത് നമുക്ക് കൊണ്ട് ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും ഇല്ല. നിങ്ങൾ എങ്ങനെ കെട്ടിമറിഞ്ഞാലും ശരി, ഹിജ്റ 5 നൂറ്റാണ്ടു കാലം 500 കൊല്ലം അഹ്ലുസുന്നയിലെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതന്റെ ഒരു ഗ്രന്ഥത്തിൽ പോലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വരി മുസ്ലിയാരെ കാണിക്കാൻ കഴിയില്ല. 500 കൊല്ലം ജീവിച്ച നബിതങ്ങൾ മുതൽ 500 കൊല്ലം ജീവിച്ച അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഏതെങ്കിലും ഒരു കിതാബിൽ ഒരു വരിയെങ്കിലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തി വെച്ചത് കാണിക്കാനേ സാധ്യമല്ല. ഉണ്ട് അഭിപ്രായമുണ്ടോ? ഉടനെ വായിക്ക്. അത് വായിക്കാൻ വേണ്ടി അത് വായിക്ക്. കൊടുത്താളി. 2000 പുസ്തകം ഏതായാലും സക്കാഫിയിലെ ബുക്കിൽ ആണ് കൊടുത്താളി. ഇങ്ങോട്ട് ചോദിക്കേണ്ട അവസരമല്ല ഇത്. അങ്ങോട്ട് ചോദിച്ച ചോദ്യമാ. അത് പറ്റൂല. അങ്ങോട്ട് ചോദിച്ച മുസ്ലിം അത് പറ്റൂല. ഇത് മുഖാമുഖമാണ്. അങ്ങോട്ട് പറയേക്ക് ഹബീബേ. അല്ലല്ല, അത് പറ്റൂല. അങ്ങനെ വായിക്ക്, അത് വായിക്ക്. മൂപ്പര് വായിക്കാൻ മൂപ്പര് എത്തലിങ്ങള് മൂപ്പര് വായിക്കട്ടെ. ചോദിക്കാൻ മൂപ്പര് വായിക്കാൻ ഒരുങ്ങി നിൽക്കുക. ഞാനാണ് ചോദിച്ചത്. നേരത്തെ ചോദിച്ചപ്പോ മറ്റാൾക്ക് മൈക്ക് കൊടുത്തില്ല. അടുക്ക് ഞാനാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്റെ ചോദ്യം പൂർത്തിയാകണം. മനസ്സിലായില്ലേ? ഓക്കെ. 100 കണക്കിന് ചോദ്യങ്ങൾ ചോദിക്കാൻ വിനീതനും ഞങ്ങൾക്കുമുണ്ട്. മനസ്സിലായില്ലേ? അതൊക്കെ അല്ലേ? ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ മറുപടി കൃത്യമായാലേ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് വെള്ളിയാഴ്ച ഖുതുബക്ക് ഇന്ന സ്വലാത്ത് ചൊല്ലണമെന്ന് ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കും. ആ ചോദ്യമാണ് ചോദിച്ചത്. അത് പറഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് കിടക്കാം. അപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. വെള്ളിയാഴ്ച അവരുടെ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യവും പിൽക്കാലഘട്ടത്തിൽ ചെയ്യാൻ പാടില്ല, ബിദ്അത്താണെന്നാണ് അവരുടെ വാദം. അല്ല, ഈ വാദം അനുസരിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് എല്ലാത്തിനും തെളിവ് വേണ്ടേ? അതുകൊണ്ട് എന്റെ വാദങ്ങൾ പറയല്ലേ, നിങ്ങളെ വാദങ്ങൾ പറഞ്ഞോളി, എന്റെ പറയപ്പെട്ട. അപ്പൊ സ്വലാത്ത് അല്ല ഇവിടെ വിഷയം. ഇവിടെ നബിദിനാഘോഷാണ്.
അതുകൊണ്ട് അത് നിങ്ങൾ വായിക്ക്. മുസ്ലിം വായിക്കാൻ റെഡി നിൽക്കുക, അത് വായിക്ക്. നബിയോ സ്വഹാബത്തോ താബിഴികളോ തമിഴ് താബികളോ 4 മദ്ഹബിലെ ഇമാമിയങ്ങളോ ഹിജ്റ 500 വരെയുള്ള ഇമാമിയങ്ങളോ നബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ട വല്ലതും പറഞ്ഞത് ഉണ്ടെങ്കിൽ വായിക്കും. അത് നമുക്ക് കിട്ടണം. ഈ മനുഷ്യന്മാരൊക്കെ അത് കേൾക്കാൻ നിൽക്കുക. കൊടുക്കി മൈ കൊടുക്കി. ചോദിക്ക്. ഇവിടെ മൗലവി പറഞ്ഞതുപോലെ നബിദിനാഘോഷം കഴിക്കാൻ എന്ത് പ്രമാണമാണ് നിങ്ങൾക്കുള്ളത്? നബിയോ സഹാബത്തോ താബികളോ താബികളോ മദ്ഹബിലെ ഇമാമിയങ്ങളോ ചെയ്തത് ഇപ്പൊ വായിക്കും. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് അറബി ഭാഷയിലാണ്. പരിശുദ്ധ വെള്ളിയാഴ്ചയിലെ ജുമുഅ ഖുതുബയിൽ അഥവാ നിങ്ങളുടെ കവല പ്രസംഗത്തിൽ നിങ്ങൾ സലാത്ത് ചൊല്ലാറുണ്ട്. സലാത്ത് വേണം, ഷർത്താണ്, അതിന്റെ ഭാഗമാണ് നിങ്ങൾ പറയാറുണ്ട്. അതിന്റെ ഖുർആനിലെ ആയത്ത് ചോദിച്ചു. ഇവിടെ ഇതുവരെ പ്രസംഗിച്ചപ്പോൾ ഒരു അറബി വാക്ക് പോലും കേട്ടില്ല. ഏതാ നിങ്ങൾ ഓതിയ ആയത്ത്? വെള്ളിയാഴ്ച ജുമയിൽ സ്വലാത്തുണ്ട് എന്ന് നിങ്ങൾ പ്രമാണം ഉദ്ധരിച്ചിട്ടുണ്ടാവുമല്ലോ. ചോദ്യം അതായിരുന്നല്ലോ. ഏതാ നിങ്ങൾ ഇപ്പൊ ഓതിയ ആയത്ത്? ഞാൻ ആയത്ത് കേട്ടില്ല. ഇതാപ്പോ സ്വഹാബ ചെയ്ത് അല്ല, ഇതെനിക്ക് കിതാബ് വായിക്കാൻ നിങ്ങൾ വായിക്കും. അദ്ദേഹത്തിന് ചോദ്യം പെൻഡിങ് ആണ്, വിഷയം മാറ്റിയെന്ന് പറയണ്ട. ഇവിടെ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് വഹാബികൾ ഇമാം ഷാഫിയുടെ ആളുകളല്ല നിങ്ങൾ. ഷാഫി ഇമാമിനെ കുറിച്ച് ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ടോ? ഏതാണ് ആ മൗലവി? ആരാണ് ചോദിച്ചത്? നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ടൊന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം. ആരാണ് ചോദിച്ചത്? ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ടോ എന്ന വിഷയങ്ങൾ ഇവിടെ ആരാ ചോദിച്ചത്? ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഇമാം ഷാഫി വന്നോ, പറഞ്ഞിട്ടുണ്ടോ? നബിദിനം ആഘോഷിക്കാൻ പറഞ്ഞു. നബിദിനത്തിന്റെ മൗലിദിന്റെ മറ്റ് നബി പ്രവാചക സ്നേഹം അന്നും ഇന്നും ഇന്നത്തെ രീതിക്ക് ഷാഫി ഇമാം തെളിവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആരോ ഇവിടെ വെല്ലുവിളിച്ചു. ഇങ്ങനത്തെ രീതി ഒന്നും വേണ്ട. നബിദിനം ആഘോഷിക്കാൻ ഷാഫി ഇമാം പറഞ്ഞ ഒരു കാര്യങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, ഏത് രീതി ആയിക്കോട്ടെ. അപ്പൊ നിങ്ങളും ചോദ്യം ചോദിക്കുന്നുണ്ട്, ഞാനും ചോദിക്കുന്നു. ഞാൻ ഇമാം ഷാഫിയുടെ ഇബാറത്ത് വായിക്കാം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ സർവ്വ വഹാബികൾക്കും മറുപടിയായി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മൻ ജമഅ ലി മൗലിദിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്വാന, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പ്രോഗ്രാമിന് വേണ്ടി ആരെങ്കിലും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയാൽ, വഹയ്യ തുആമൻ, അവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാർ ചെയ്യുകയും ചെയ്താൽ, വഅഖ്ലാ മകാനൻ വഅമില ഇഹ്സാനൻ, അങ്ങനെ സ്ഥലം രൂപപ്പെടുത്തുകയും അവിടേക്ക് നല്ല കാര്യങ്ങൾ അതുപോലെ ചെയ്യുകയും ചെയ്താൽ, വസാറ സബബൻ ലിഖിറാഅതിഹി, അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ അപദാനങ്ങൾ അവിടെ പാടുകയും പുകഴ്ത്തുകയും അവിടെ നടക്കുകയും ചെയ്താൽ, ബഅസഹുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ വഹാബികളെ കേട്ടോളൂ, അല്ലാഹു അവരെ യാത്രയാക്കുന്നത് നരകത്തിലാണെന്നല്ലേ വഹാബി മൗലവികൾ നിങ്ങൾ ഇതുവരെ പഠിച്ചത്? അല്ലാഹുവിന്റെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നു, അവരെ പറഞ്ഞയക്കുന്നത് മഅസിദ്ദീഖീന, അല്ലാഹുവിന്റെ സിദ്ദീഖുകളുടെ കൂടെയാണ്, വശുഹദായി, വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി മൃത്യു വരിച്ച ശുഹദാക്കളുടെ കൂടെയാണ്, വസാലിഹീങ്ങളുടെയും കൂടെയാണ്, വയകൂനു ഫീ ജന്നാത്തിൻ നഈം, പരിശുദ്ധമായ സ്വർഗ്ഗീയ പൂങ്കാവനത്തിലായിരിക്കും അവർ എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ വെല്ലുവിളി സുന്നികൾ ഏറ്റെടുത്തിരിക്കുന്നു. അത് അല്ലാഹു അക്ബർ. നിങ്ങൾ ഇപ്പൊ വായിച്ച അബ്ദുൽ അസീസ് സഖാഫി എഴുതിയ പുസ്തകമാണ്. ഇമാം ഷാഫിയുടെ ഏത് കിതാബിലുണ്ട് പറയും? ഇമാം ഷാഫിയുടെ കൈയെടുക്കണ്ട, അബ്ദുൽ അസീസ് സഖാഫി എഴുതിയ ബുക്കാണ് ഇപ്പൊ വായിച്ചത് അല്ലേ? ആണ്, ശരി. ഇനി ഷാഫി ഇമാമിന്റെ ഏത് കിതാബ് അത് പറയും? ഷാഫി ഇമാമിന്റെ ഏത് കിതാബിൽ, ഏത് വാള്യം, ഏത് പേജ്, അത് പറഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് മൗലിദിക്കാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇപ്പൊ വായിച്ചത് ഷാഫി ഇമാമിന്റെ ഏത് കിതാബിൽ, ഏത് വാള്യം, എത്രാമത്തെ പേജിൽ, അത് കാണിച്ചെന്നാൽ ഒന്നിച്ച് മൗലിദ് ഇപ്പൊ കഴിക്കും, ഒരു സംശയമില്ല. യാനബി ഇപ്പൊ ചെല്ലും. വായിക്കും ഇമാം ഷാഫിന്റെ ഏത് കിതാബാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാനിപ്പോ വായിച്ചത് ആരുടെതാ? എന്താ ആയത്താണോ? അല്ലേ? ആണ്. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞേ, ഖുർആനിലുണ്ട് എന്നുള്ളതുകൊണ്ട് അല്ലെ? ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത് ഒരു കിതാബിൽ എഴുതിയാൽ അത് അയാൾ എഴുതിയെന്നാ പറയാ. ഞാൻ എഴുതിയത് കടലാസിലുള്ളതല്ലോ. എവിടെ പറഞ്ഞു ഞാൻ പറയാം. പാടില്ല. വിശുദ്ധ ഖുർആൻ ഒരാൾ വായിച്ചാൽ അത് നോക്കി സ്ഥലം നോക്കി മാന്യമായ ചോദ്യം അതായിരുന്നു, എവിടെ പറഞ്ഞു അല്ലാണ്ട് നോക്കി വായിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. സമാധാനം ചെയ്തോളി. സംഗതി ബുക്ക് വായിച്ച് നടക്കല്ല വേണ്ട, കിതാബ് ഓതി പഠിക്കും. നിങ്ങൾ ബുക്കും വായിച്ച് നടക്കപ്പോ കിതാബ് ഓതി പഠിക്കുക. എന്താ വേണ്ടത്? ഈ അബ്ദുൽ അസീസ് സഖാഫി ആരെങ്കിലും അറിയോ?
നമ്മൾ പണ്ട് ക്ലിപ്പുണ്ട്. ഇമാം ഷാഫിഈ അയാളെ പരിചയപ്പെടുത്തണ്ടല്ലോ. ഇനി അയാളെ ബുക്കല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ? നിങ്ങൾ ഇമാം ഷാഫിയുടെ കിതാബിന്റെ പേര്, ഇമാം ഷാഫിയുടെ കിതാബിന്റെ പേര് വായിക്കുന്ന ധൈര്യം ഉണ്ടെങ്കിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ലോക പ്രശസ്ത പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ അനിഅമത്തുൽ കുബ്ര അലൽ ആലം ഫീ മൗലിദ് സയ്യിദ് വൽദി ആദം എന്ന വിശുദ്ധമായ ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി കള്ളം ദീൻ ഇസ്ലാമിന്റെ പേരിൽ കടത്തിക്കൂട്ടി എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഞാൻ ഒന്നും കൂടി തരാം. ആ കിതാബ് തന്നെ അതിലുണ്ട്. അതിൽ മാത്രമല്ല വേറെയുണ്ട്. നിങ്ങൾ വായിച്ച ഒരു കിതാബാണെങ്കിൽ ഇതാ രണ്ടാമത്തെ കിതാബ് ഇതിലുണ്ട്. നിങ്ങളാ പറഞ്ഞത് ഇമാം ഷാഫിന്റെ ആ വാക്ക് ഇതിലുണ്ട്. നിങ്ങൾ വായിച്ച മാത്രമല്ല, നിങ്ങൾ വായിച്ച കിതാബ് നിങ്ങളും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അൻ-നിഅമത്തുൽ കുബ്ര എന്ന കിതാബ് നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളെ ഉസ്താദുമാരും കണ്ടിട്ടില്ല. അത് ലോകത്ത് കണ്ടവരുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്നാൽ ഈ കിതാബിലും ആ വാക്കുണ്ട്. നിങ്ങളാ വായിച്ചത്. നിങ്ങൾ ഇപ്പൊ വായിച്ച കിതാബുണ്ടല്ലോ ഇബ്നുൽ ഹൈതമിയുടെ അൻ-നിഅമത്തുൽ കുബ്ര, ആ ഹൈതമിന്റെ ശിഷ്യൻ സൈദ് മഖ്ദൂമി ഫത്ഹുൽ മുഈൻ അതിന്റെ വ്യാഖ്യാനം ഇയാനത്തുൽ ത്വാലിബീൻ അതിലുണ്ട്. അതൊക്കെ അവലംബം അവിടുന്ന, എല്ലാം അവിടുന്ന് അവലംബം. അത് ഇമാം ഷാഫിയുടെ പേര് ശുദ്ധ കളവാണ്. അല്ലെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ഇമാം ഷാഫി ഏത് കിതാബിൽ പറഞ്ഞു? ഇമാം ഷാഫിക്ക് എത്ര കിതാബുണ്ട്? ഹദീസിൽ കിതാബുണ്ട്, തഫ്സീറുണ്ട്, ഫിഖ്ഹിലുണ്ട്, ഉസൂലുൽ ഫിഖ്ഹിലുണ്ട്, ഉസൂലുൽ ഹദീസിലുണ്ട്. എത്ര കിതാബ് ഇമാം ഷാഫി എഴുതിയോ? ഞങ്ങളൊക്കെ വിചാരിച്ചത് നിങ്ങൾ അള്ളാഹു റസൂലിനും പേരിലെ പൊള്ളറിയുള്ളൂ. പക്ഷെ സ്വന്തം ഇമാമിങ്ങളുടെ പേരിലും കളവ് പറയാന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, ഇമാം ഷാഫി എഴുതിയ ഒരൊറ്റ കിതാബിൽ വേണ്ട, ഇമാം ഷാഫിയുടെ ശിഷ്യന്മാർ ഇമാം ഷാഫിയിൽ നിന്ന് കേട്ട് രേഖപ്പെടുത്തിയ ഒരൊറ്റ കിതാബിൽ ഈ പറഞ്ഞ വാചകം ഇല്ലേ ഇല്ല, ഇല്ലേ ഇല്ല. പിന്നെ ഇബ്നു ഹജർ ഹൈതമി എന്ന് പറയുന്ന പണ്ഡിതൻ ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്. ഇമാം ഷാഫി ഹിജ്റ 150 ജനിച്ച ആളാണ്. ഹിജ്റ കേൾക്കി മുപ്പത് കുറച്ച് എടുക്കാറൊക്കെ ഉണ്ടാവും, അവിടെ നോട്ടെ. ഇമാം ഷാഫി 150 ജനിച്ച് 204 മരിച്ച ആളാണ്. മുസ്ലിയാരെ നിങ്ങളെ പേര് ചോദിക്കാൻ പറഞ്ഞു, അതപ്പോ വെച്ചത്. നിങ്ങളെ പേരെന്താ? നിങ്ങളെ പേര് ആയിക്കോട്ടെ, പേര് വേണ്ട, കുഴപ്പമില്ല. അപ്പൊ ഏതായിരുന്നാലും ഇമാം ഷാഫി റഹിമഹുല്ലാ ഹിജ്റ 150 ജനിച്ചു, 204 മരിച്ചു. ഇബ്നു ഹജർ ഹൈതമി ഹിജ്റ 911 ജനിച്ചു, 973 മരിച്ചു. നിങ്ങളിപ്പോ ഉദ്ധരിച്ച ആള് 911 ജനിച്ചു, 973 മരിച്ചു. ഇമാം ഷാഫി 150 ജനിച്ചു, 204 മരിച്ചു. അപ്പോ 800 കൊല്ലത്തെ വ്യത്യാസം. 800 കൊല്ലം കഴിഞ്ഞ് ജീവിച്ച ഒരാള് പറയാ ഇമാം ഷാഫി ഇങ്ങനെ പറയും, എവിടെ? അത് ചോദിക്കാൻ പാടില്ല. അതിപ്പോ ഈ ബുക്കിലും ഇതും വായിച്ചോളി. നിങ്ങൾക്ക് ഈ ബുക്ക് വായിച്ചാൽ പോലെ മറ്റു വായിക്കാൻ ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഇമാം ഷാഫി എഴുതിയ 100 കണക്കായ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളിൽ ഒരൊറ്റ കിതാബിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലുമില്ല. ഇമാം ഷാഫിയുടെ ശിഷ്യന്മാർ, ലോകത്ത് മൊത്തം പ്രചരിച്ച ആയിരക്കണക്കായ ശിഷ്യന്മാർ, അവിടെ ഗ്രന്ഥങ്ങളിലും അതില്ല. ഇമാം ഷാഫി പറഞ്ഞാൽ ഒന്നുകിൽ ശിഷ്യന്മാരെ കേൾക്കണം, അല്ലെങ്കിൽ ഇമാം ഷാഫിയുടെ കിതാബിൽ കാണണം. അത് രണ്ടുമില്ല. 800 കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ പറയാ ഇമാം ഷാഫി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുപോയിക്കോന്ന് പറയാന്നല്ല, വേറെന്താ പറയാ? അതുകൊണ്ട് ഇമാം ഷാഫിയുടെ പേര് ഇപ്പറഞ്ഞ കളവ് ഇനി നിങ്ങൾ പറയരുത്. അല്ലെങ്കിൽ ഇമാം ഷാഫിയുടെ ഏത് കിതാബിലുണ്ട് ആ കിതാബിന്റെ വാല്യൂം പേജുകൾ പറയണം. ഇളകിക്കൂടി ഒക്കെ നല്ലതാ. എല്ലായിടത്തും ഇളക്കം വരും. ഇപ്പോ ഇന്ന് രാത്രി ഉറക്കം വരൂല, അതാ പ്രശ്നം. ഈ സംഭവം നിഅമത്തുൽ കുബ്രായിൽ കൊണ്ടുവന്ന ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ പച്ച കള്ളത്തരം കൂട്ടിക്കെട്ടിയെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിലുണ്ടെങ്കിൽ കടത്തിക്കൂട്ടി തന്നെയാണ്, ഒരു സംശയം. ഇതുണ്ട് ഉറപ്പാണല്ലോ. നിഅമത്തുൽ കുബ്രായിൽ ഇതിലില്ലേ? നിഅമത്തുൽ കുബ്ര എന്ന കിതാബ് മത്ബൂആയി ലഭ്യമേ അല്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ സഖാഫി പറഞ്ഞല്ലേ? അത് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? നിഷേധിക്കുന്നു. പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു വേദിയിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് ആ കിതാബുമായി ഞങ്ങൾ മുന്നോട്ട് വരും. ഇൻഷാ അല്ലാഹ് എത്ര കാലാവധി? കാലാവധി എത്ര? ഇൻഷാ അല്ലാഹ് എത്ര കാലാവധി ഉണ്ട്? ഇൻഷാ അല്ലാഹ് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്ന കിതാബിനെ ചവിട്ടി കൂട്ടി എവിടെ കൊണ്ടുവരും? എവിടെ കൊണ്ടുവരും? അടുത്ത വെള്ളിയാഴ്ച മുഖാമുണ്ട് കൊണ്ടുവരുമോ? നിങ്ങളുടെ മർക്കസിലേക്ക് വന്നോളൂ, ഞങ്ങൾ ഹലോ മർക്കസ് തുറന്നിട്ട് എവിടേക്ക് വരാലോ. അങ്ങനെ ഈ കേസ് ഞങ്ങൾ പോയി തന്നെ ആകെ ഇടുന്നറിയിക്കും. പിന്നെ ഞങ്ങൾ വന്നാൽ നിങ്ങൾ ഓഫീസിലേക്ക് നമ്മൾ വരാനാ? അത് മാത്രല്ല, നേരെ മറിച്ച് ഞങ്ങൾക്ക് അടുത്ത വെള്ളിയാഴ്ച മുഖാമുഖണ്ട്. ഓക്കെ, ഇമാമിങ്ങളെ കാഫിറാക്കലും അവരെ കള്ളന്മാരാക്കലും നിങ്ങളെ പതിവാണ്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു മിനിറ്റ് ഈ വിഷയത്തിൽ ഇത് കേൾക്കി, ഇത് മുഴുവനാക്കണ്ടേ? നമ്മൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞു പോയാൽ പറ്റുന്നല്ലോ, തീരുമാനിക്കണല്ലോ. ഞാൻ പറയുന്നു ഇമാം ഷാഫിയുടെ പേര് ശുദ്ധമായ കളവാണ്, ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. ഇമാം ഷാഫിയുടെ ഏതെങ്കിലും ഒരു കിതാബിൽ ആ ഇബാറത്ത് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് 1 വർഷം സമയം തരാം.
ഒരു വർഷം. ഇന്ന് ഡിസംബർ 15, 2016 ഡിസംബർ 15 വരെ സമയം തന്നിരിക്കുന്നു. കഴിയുമെങ്കിൽ കൊണ്ടുവരാം. ഞാൻ പറയുന്നു ഖിയാമത്ത് വരെ കിട്ടിയാലും കൊണ്ടുവരാൻ കഴിയില്ല. രണ്ട് ഇമാം ഷാഫിയുടെ കിതാബിൽ വേണ്ട, ഇമാം ഷാഫിയുടെ ശിഷ്യന്മാരുടെ കിതാബുകൾ കാണിക്കാൻ കഴിയുമോ? അതും പറയുന്നു ഇല്ല. ആ ഒരു കൊല്ലം അതിലും പിടിച്ചോളി, അതും കാണിക്കാൻ കഴിയില്ല. ഇനി ഇമാം ഷാഫിയിൽ നിന്ന് മതം പഠിച്ച ലോകത്തറിയപ്പെട്ട എത്ര ആലിമീങ്ങളുണ്ട്? ഇമാം മാലിക്കിനെ പോലും, ഇമാം അഹമ്മദിനെ പോലുള്ള പണ്ഡിതന്മാർ. ഇമാം അഹമ്മദ് ഹംബൽ റഹിമഹുല്ലാഹി കിതാബിലുണ്ടോ ഇമാം ഷാഫി പറഞ്ഞു എന്നിട്ട്? ഇനി വേണ്ട, ഇമാം ഷാഫിയുടെ കേക്ക് ഇത് മെച്ചുണ്ട്, ഇത് നരമ്പുമ്പോ പിടിക്കും. ഇമാം ഷാഫിയുടെ ഉദ്ധരണികളെ ഏറ്റവും അധികം ഉദ്ധരിച്ച ആളാണ് ഇമാം ബൈഹഖി. ഷാഫി മദ്ഹബുകാരനാണ്. ആ ഇമാം ബൈഹഖി എവിടെ ഉദ്ധരിച്ചുവോ? ഇമാം ഷാഫി പറഞ്ഞത് ഇല്ല. ഇനി ഷാഫി മദ്ഹബിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കി കൊടുത്ത രണ്ടാം ഷാഫിഈ ഇമാം നബവി റഹിമഹുല്ലാ, ആ ഇമാം നബിയുടെ ഏതെങ്കിലും കിതാബിൽ ഇമാം ഷാഫിയുടെ ഈ ഉദ്ധരണി കൊടുത്തുവോ? ഇല്ല, കൊണ്ടുവരാൻ കഴിയില്ല. എല്ലാത്തിനും ഓരോ കൊല്ലം വെച്ച് തരാം, എന്നാലും വിടില്ല, കാണിക്കാൻ കഴിയില്ല. പിന്നുള്ളത് നിഅ്മത്തുൽ കുബ്ര എന്ന കിതാബിൽ ഉണ്ട്. അങ്ങനത്തെ കിതാബ് നിങ്ങൾ കണ്ടക്കണോ? ആ നിഅ്മത്തുൽ കുബ്ര എന്ന കിതാബ് നിങ്ങൾ കണ്ടക്കണോ? നിങ്ങൾ കണ്ടിട്ടില്ല, എനിക്ക് ഉറപ്പാ. ആ ബുക്ക് എഴുതി അബ്ദുൽ സഖാഫി കണ്ടിട്ടില്ല, എനിക്ക് ഉറപ്പാ. അങ്ങനെ കിതാബ് ഇനി ഉണ്ടാക്കിയിട്ട് വേണം. ഇനി ചിലപ്പോൾ മൂലയമ്മ തട്ടിക്കൂട്ടി ഒപ്പിച്ചുണ്ടാക്കി ആ നിഅ്മത്തുൽ കുബ്ര എന്നുള്ള വലിയ നിഅ്മത്തായിട്ട് കൊണ്ടുവരും. അതുകൊണ്ട്